അതൊരു ഒരു അപ്രീസിയേഷൻ, പുസ്തകത്തിൻ്റെ വായന നടന്നതിന് ശേഷം അതിനെ സമാഹരിച്ച് അതിനെ എന്തായാലും പറയുക, വിമർശനം എന്നല്ല പറയുക, എന്തായിരുന്നു അതിന് പറയുക വിജയ മാഷേ, ആസ്വാദനം എന്ന നിലയ്ക്കല്ല ഞാനിത് പറയുന്നത്. അത് നിങ്ങളാണ് ആത്യന്തികമായി ആസ്വദിക്കേണ്ടതും അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത്. എനിക്ക് പറയാൻ ശ്രമിക്കുന്നത് കാരണം എനിക്ക് ഈ തെയ്യത്തിൻ്റെ പെർഫോമൻസുമായിട്ടോ തെയ്യത്തിൻ്റെ ലോകമായിട്ടോ നേരിട്ടുള്ള ബന്ധമില്ല. ഞാനിതിനെ പ്രത്യേകിച്ച് ദിനേശൻ മാഷയുടെയൊക്കെ ഒരു വായന, അങ്ങനെയുള്ള വായന തുടങ്ങുന്നതിൽ നിന്ന് ഞാനിതിനെ സമീപിച്ചത് അത് വളരെ പാർഷ്യലായിട്ടുള്ളൊരു സമീപനം മാത്രമാണ്. അതിൻ്റെ സാഹിത്യത്തെയാണ് ഞാൻ വായിക്കാനും പഠിക്കാനും ഒക്കെ ചെറുതായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ആ സാഹിത്യത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഈ എങ്ങനെയാണ് സാഹിത്യത്തെ മാത്രം അടർത്തിയെടുത്ത് അതിനെ പഠിക്കുന്നതിൽ ഉള്ള അപര്യാപ്തതകൾ എന്തൊക്കെയാണ് എന്ന്, അത് തോറ്റംപാട്ടാണെങ്കിലും അതല്ല ആ വേൾഡിൽ നിന്ന് തന്നെ വരുന്ന പെർഫോമൻസ് കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് കൂടെ ഉൾച്ചേർന്നിട്ടുള്ള സാഹിത്യരൂപങ്ങൾ എന്ന നിലയിൽ മാത്രം അതിനെ സമീപിക്കുമ്പോഴുള്ള പ്രയാസങ്ങളെക്കുറിച്ചിട്ട്, അതിലുണ്ടാവാവുന്ന വിഡ്ഢിത്തങ്ങളെക്കുറിച്ചിട്ട് ഒക്കെ എനിക്ക് തന്നെ വളരെ 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ സാഹിത്യമായിട്ടാണ് സമീപിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിമിതികൾ അറിയുമ്പോൾ തന്നെ അങ്ങനെയും കൂടെ സമീപിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഞാൻ ഇനി പറയാൻ ഒരു 5-10 മിനിറ്റ് എടുത്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് ആദ്യം പറഞ്ഞു നോക്കും. മാഷുടെയും ദിനേശൻ വടക്കനിയിൽ മാഷുടെയും കണ്ണൻ മാഷുടെയും തെയ്യം ലോകത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വായിക്കുമ്പോൾ ഞാനതിനെ മനസ്സിലാക്കുന്നത് ആ തെയ്യം പഠനങ്ങളിലുള്ള കഴിഞ്ഞ ഒരു 20 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് തെയ്യം പഠനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോക്ലോർ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പാഠന ശാഖയ്ക്കകത്തുള്ള ഗവേഷണങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം, ഞാൻ അതിനെ പാരഡൈം ഷിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. പാരഡൈം ഷിഫ്റ്റ് എങ്ങനെയാണ് ഒരു വിജ്ഞാന മേഖലയ്ക്കകത്ത് നിർണായകമായി മാറുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് നിർണായകമായ ഗുണപരമായ പഠനത്തിലെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലഘുചരിത്രമെങ്കിലും പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ തെയ്യം വടക്കൻ മലബാറിലുള്ള തെയ്യം വേൾഡിനെ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി മുതൽക്കെങ്കിലും പണ്ഡിതന്മാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഈ അനുഷ്ഠാനമായിട്ടും കലയായിട്ടും ഒക്കെ നിലനിൽക്കുന്ന പെർഫോമൻസുകളെ ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ, അതിൻ്റെ മുമ്പേ ദിനേശൻ മാഷ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ദിയാഗോ ഗോൺസാൽവസ് ഹിസ്റ്റോറിയോ ദോ മലബാർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു പോർച്ചുഗീസ് ക്രോണിക്കലറാണ്. അതിനകത്ത് ഇവിടെയുള്ള ആരാധനാ രീതികളെ ഒക്കെ തന്നെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് നമുക്കറിയാം. പക്ഷേ ഫാദർ പോളിനോസ് പാതിരി ഈ 14 പാദം 14 ഫീറ്റ്സ് എന്ന ഒരു പെർഫോമൻസ് ഉണ്ടെന്നും അത് സെൻറ്റ് തോമസിൻ്റെ മലബാറിലേക്കുള്ള ആവിർഭാവത്തെ സംബന്ധിച്ച് ആ ചരിത്രം പാടിക്കളിക്കുന്ന ഒരു ഏർപ്പാടുണ്ടെന്നും 14 ഫീറ്റ്സ് എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ ചരിത്രവും കൂടി അതിനകത്തുണ്ടെന്നും സൂചിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോട് കൂടിയിട്ടാണ്. ആ ഒരു ട്രെൻഡ് ഇവിടെ എന്തൊക്കെ നിലനിൽക്കുന്നു എന്നതിൻ്റെ കണക്കെടുക്കുന്ന, അതിനെ ഇൻവെൻറ്ററൈസ് ചെയ്യുന്ന, അതിൻ്റെ വിവരങ്ങൾ വിവരിച്ച് തരുന്ന ഒരുതരം പഠന രീതി നമുക്ക് തെയ്യത്തിൻ്റെ കാര്യത്തിലും കാണാൻ വേണ്ടി കഴിയും. ആദ്യകാലത്ത് അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന ബാസൽ മിഷണറിമാരുമായി ബന്ധപ്പെട്ടുള്ള ഗുണ്ടർട്ട്, നമുക്കെല്ലാവർക്കും അറിയാം, ഗുണ്ടർട്ടിനെ പോലുള്ള ആളുകൾ, ഡീസിനെ പോലുള്ള ആളുകൾ, മന്നർ പോലുള്ള ആളുകൾ, കിറ്റിലിനെ പോലുള്ള ആളുകൾ, ബേർണലിനെ പോലുള്ള ആളുകൾ. ബേർണൽ ഈ മിഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലായിരുന്നു. അദ്ദേഹം മംഗലാപുരത്തെ ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നു. ഇവരൊക്കെ തന്നെ ഈ നിലയ്ക്കുള്ള ശേഖരണം, അതക്കാലത്തൊരു വലിയ ഫാഷനായിരുന്നു. നമുക്കതിനെ
ആ നിലയ്ക്ക് ഇപ്പോൾ നിന്നുകൊണ്ട് വിമർശനാത്മകമായി സമീപിക്കുന്നതിൽ വലിയ പരിമിതികളുണ്ട്. അത് അക്കാലത്തെ ഒരു രീതിയായിരുന്നു. അത് അവർ വിപുലമായിട്ട് തന്നെ ഈ തരത്തിലുള്ള പാട്ടുകൾ ഇതിൻ്റെ സാഹിത്യം പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രകടന പരതയെക്കുറിച്ച് അവർ അവരുടേതായിട്ടുള്ള നിഗമനങ്ങളും മുമ്പോട്ട് വച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വിവരണാത്മകം എന്നായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ചൊരു ഗ്യാപ്പ് നമുക്ക്. പിന്നെ നമ്മൾ ഈ തെയ്യത്തെക്കുറിച്ച്, തോറ്റങ്ങളെക്കുറിച്ചും തെയ്യത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും അങ്ങനെ ശ്രദ്ധയിൽ പിന്നെ പെടുന്നില്ല. ഈ അപ്പം കുറച്ചുകൂടി പിന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇൻ്റർവാർ 2 മഹായുദ്ധങ്ങൾക്കിടയിലൊക്കെ സംഭവിക്കുന്നത് ഈ പെർസി മക്യുവിൻ്റെ വടക്കൻ പാട്ട് കളക്ഷൻ ഉണ്ട്, MD രാഘവൻ്റെ കളക്ഷൻ ഉണ്ട്. അത് കുറച്ചുകൂടെ ഈ അത്യുത്തര കേരളം എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്തു നിന്ന് മാറി ഈ ഉത്തര കേരളം, കടത്തനാടും അതുപോലെ ഈ വെള്ളുവനാടും ഒക്കെ ചേർന്ന പ്രദേശത്തിലുള്ള ഈ തരം സാഹിത്യം കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് ഇൻവെൻറ്ററൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് 50കളോട് കൂടി, കൃത്യമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60കളോട് കൂടിയിട്ടാണ് നമുക്ക് ഒരു സവിശേഷമായ ശ്രദ്ധ ഫോക്ലോർ എന്ന നിലയ്ക്ക് ഇതിനെ പഠിക്കുന്ന ഒരു തരം പഠന രീതി, വൈജ്ഞാനിക ശാഖ ഇവിടെ പ്രയോഗിച്ച് കാണപ്പെടുന്നത്. അതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ മറ്റ് പൂർണ്ണമായിട്ടുള്ള ആളുകളുടെ കണക്കെടുപ്പിലേക്കൊന്നും തന്നെ പോകുന്നില്ല. അതിനകത്തുള്ളൊരു കാര്യം, ഒന്ന്, ഇതിനെ ഒരു തരം ലിറ്റിൽ ട്രഡീഷനായിട്ട് കാണുക എന്നുള്ളതാണ്. ആ കാലത്തെ വലിയ രസകരമായ, ഒരുപാട് ആളുകൾ ആവേശിക്കപ്പെട്ടിട്ടുള്ള ആശയധാരയായിരുന്നു ലിറ്റിൽ ട്രഡീഷൻ, ഗ്രേറ്റ് ട്രഡീഷൻ എന്നുള്ള ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു ബൃഹത് പാരമ്പര്യം നിലനിൽക്കുന്നു എന്നും അതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ലഘു പാരമ്പര്യം നിലനിൽക്കുന്നു എന്നും ആ പ്രാദേശികവൽക്കരണം എന്നുള്ള ഒരു പ്രക്രിയയ്ക്ക് ഈ ബൃഹത് പാരമ്പര്യം വിധേയമാകുന്നു എന്നും, ഇങ്ങനെ വിധേയമാക്കപ്പെട്ട ഈ പ്രാദേശികവൽക്കരണത്തിന് വിധേയമാക്കപ്പെട്ട ലഘു പാരമ്പര്യങ്ങൾ എല്ലാ സമയത്തും ബൃഹത് പാരമ്പര്യത്തിലേക്ക് എത്തപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പ്രത്യേകിച്ച് സോഷ്യോളജിസ്റ്റുകൾക്കിടയിലും മറ്റ് സമൂഹ പഠിതാക്കൾക്കിടയിലും നിലവിലുണ്ടായിരുന്നു. അത് അതേപടി തന്നെ പകർത്തുന്ന ഒരു രീതിയാണ് ഈ ഫോക്ലോർ പഠനങ്ങളിൽ 50കളിലും 60കളിലും 70കളിലും ഒക്കെ കാണാൻ പറ്റുന്നത്. കുറുപ്പ് മാഷയുടെ പഠനം ആര്യൻ ആൻഡ് ദ്രവീഡിയൻ എലമെൻറ്റ്സ് ഇൻ മലബാർ ഫോക്ലോർ എന്ന നിലയ്ക്കുള്ള രാമവില്യം കഴകത്തെക്കുറിച്ചിട്ടുള്ള പഠനം, തെയ്യത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളിൽ മിക്കതും ഞാൻ അതൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഇതിനകത്ത് ഈ ഒരു ആശയം നമുക്കിതിനകത്ത് വളരെ വൃത്തിയായിട്ട് പ്രവർത്തന അല്ലെങ്കിൽ പദ്ധതിയിൽ കൊണ്ടുവന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഡിറൈവ്ഡ് ആയിട്ടുള്ള, ഇതൊരു സെക്കൻഡറി ആയിട്ടുള്ള ഫോർമേഷനാണ് എന്ന നിലയ്ക്കാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പഠനരീതി എന്ന് പറയുന്നത്, ഒരു തരം ഫോക്ലോറിസ്റ്റുകൾ ലോകത്തെമ്പാടും സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് ഈ നിങ്ങൾ ശേഖരിക്കുന്ന വസ്തുക്കളെ, ശേഖരിക്കാൻ യോഗ്യമെന്ന് നിങ്ങൾക്ക് കരുതുന്ന വസ്തുക്കളെ, അത് നിങ്ങൾക്ക് ശേഖരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതവിടെ കാലങ്ങളായി മാറ്റത്തിന് വിധേയമായും വിധേയമാകാതെയും ഒക്കെ തന്നെ ചരിച്ചുകൊണ്ടിരിക്കുന്ന പലതരം സാംസ്കാരികവും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിലനിൽക്കുന്ന അറിവ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഘാതങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ശേഖരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി എന്ത് സംഭവിക്കും? ഇതിനെ രാഘവൻ പയ്യനാടിന് മാഷ പോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് അതൊരു വലിയ ട്രെൻഡായി പിന്നീട് മാറുകയും ഇതിനെ ടാക്സോണമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ പലതരം ഇനങ്ങളായി, ഗണങ്ങളായി ചിട്ടപ്പെടുത്തുക. ആ ഗണങ്ങൾ പിന്നെ ഇത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ ഗണങ്ങൾ നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ആവേദകൻ്റെ വിവരം നിങ്ങൾക്ക് നൽകലിനെ, വിവരദാതാവിൻ്റെ വിവരം നൽകുന്നതിനെ അടക്കം സ്വാധീനിക്കുന്ന തരത്തിൽ ഈ പഠനത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അക്കാലത്ത് ഉപയോഗിക്കപ്പെട്ട ഗണങ്ങളുടെ നിർമ്മിതി, ടാക്സോണമികളുടെ നിർമ്മിതി ഒക്കെ തന്നെ ആ പഠിതാവിനെ മാത്രമല്ല ആവേദകനെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാം. മറ്റൊന്ന്, ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വലിയ ഈ അടുത്ത കാലം വരെ ഈ തെയ്യത്തെക്കുറിച്ച്, തോറ്റത്തെക്കുറിച്ചൊക്കെ പഠിച്ചിരുന്ന ചരിത്രകാരന്മാരിൽ പ്രത്യേകിച്ചുള്ള ആളുകൾ തെയ്യം കലാകാരനെ അല്ലെങ്കിൽ തെയ്യക്കാരനെ, കോലധാരിയെ വിളിച്ചിരുന്നത് ഇംപേഴ്സൊനേറ്റർ എന്നാണ്. പെർഫോമർ എന്ന് പോലും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ കഥകളിയുടെ പെർഫോമർ എന്ന് വിളിക്കും. ചാക്യാർ കൂത്തിനെ, ചാക്യാരെ നമ്മൾ ആക്ടർ എന്ന് വിളിക്കും.
പക്ഷേ നമ്മൾ കോലധാരിയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അതിലൊരു എന്തെങ്കിലും ഒരു അസാംഗത്യം ഉണ്ടെന്ന് ആലോചിക്കാൻ പോലും കഴിയുന്ന തരത്തിലായിരുന്നില്ല ആ വിജ്ഞാന മണ്ഡലം ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ വാദം. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു ഇംപേഴ്സണേറ്ററാണ്, ഇതൊരു കപടനാട്യമാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കാരണം ഇതിനകത്തൊക്കെ ഈ പറയുന്ന മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയി മാറുക, ദൈവക്കരുവാകുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള വളരെ കോസ്മോളജിക്കലായിട്ടുള്ള ചില പ്രക്രിയകൾ കൂടി ഉൾച്ചേർന്നിട്ടുണ്ട്. അത് ഇംപെർസനേറ്റിംഗ് ആണ് എന്നും അതൊരു കാപട്യമാണ് എന്നും അതിനകത്ത് ഇങ്ങനെ ഇല്ല എന്നും അതൊരു കേവല നടനമാണ് എന്നും ഒക്കെയുള്ള തരത്തിലാണ് പ്രത്യേകിച്ച് ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നത്. ഈ നിലയ്ക്കുള്ള പഠനങ്ങളിൽ വലിയ കാതലായിട്ടുള്ള മാറ്റമാണ് ദിനേശൻ വടക്കനിൽ മാഷയുടെ ഈ പുസ്തകത്തിലൂടെ, കണ്ണമാഷയുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതൊരു പാരഡൈം ഷിഫ്റ്റാണ്. എന്താണ് ഇതിൻ്റെ ഈ ഷിഫ്റ്റിൻ്റെ പ്രത്യേകത? ഞാനിത് ദിനേശൻ മാഷയുടെ ഏതാണ്ട് എല്ലാ ലേഖനങ്ങളും എനിക്ക് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഘട്ടത്തിലോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് ചെയ്ത ഘട്ടത്തിലോ വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മാഷ് എപ്പോഴും പറയാറുള്ളൊരു കാര്യം സൂക്ഷ്മത. മാഷ് പറയും, ആദ്യം എന്ത് പറയും, ഈ പറയുന്ന പെർഫോമൻസിനെ കുറിച്ചൊക്കെ കഥ പറയും. എന്നിട്ട് പറയും ഈ കഥയെ നിങ്ങളൊന്നുകൂടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് പല ലേഖനങ്ങളിലും എപ്പോഴും കാണാറുള്ള ഒന്നാണ്. സൂക്ഷ്മമായി ഈ കഥയെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഥയുടെ പാലം വലിയെക്കുറിച്ച് മാഷ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പുലിയായി മാറുന്ന മനുഷ്യരുടെ തോറ്റങ്ങളെക്കുറിച്ച് മാഷ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂക്ഷ്മമായി ഈ കഥകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഥ എന്ന് പറയാനുള്ള കാരണം എൻ്റെ അതിനോടുള്ള താല്പര്യം കൊണ്ടുകൂടിയാണ് കേട്ടോ. ആ കഥയുടെ സൂക്ഷ്മതയിൽ ഉതുക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ പാഠത്തിൻ്റെ, അത് പെർഫോമൻസിൻ്റെ പാഠമാകാം, അത് ഞാനൊക്കെ ഈ വായിക്കാൻ ശ്രമിക്കുന്ന സാഹിത്യ പാഠങ്ങളാകാം. ആ പാഠത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ പുതുതായിരിക്കും. ആ തരം പുതുമയാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ണമാഷയുടെയും ദിനേശ് മാഷയുടെയും ഈ പുസ്തകങ്ങൾക്കും വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്കും വേണമെങ്കിൽ നമുക്കത് ഒരു ലാർജർ ജീനിയോളജിയുടെ ഭാഗമായി, ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഭാഗമായി അതിനെ കാണാമെങ്കിലും അതിൽ നിന്ന് ഗുണപരമായി വിച്ഛേദനം സാധ്യമാക്കുന്ന തരത്തിലുള്ള പഠനങ്ങളാണ്. അതുകൊണ്ട് ഈ പഠനങ്ങൾ ഞങ്ങളെപ്പോലെ ചരിത്രം പഠിക്കാനും ആലോചിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പറയുന്ന ചരിത്രത്തെക്കുറിച്ചുള്ള ആലോചനകൾ സാധ്യമാക്കുന്നത് തന്നെ ഈ തരം തുറവികളാണ്. കാരണം അതിനകത്ത് ശ്രദ്ധ ഊന്നുന്നത് പാഠത്തിൻ്റെ സൂക്ഷ്മതയിലേക്കാണ്. അത് സാഹിത്യപാഠമാകാം, പെർഫോമൻസ് ആകാം, ഈ പറയുന്ന പ്രകടനത്തിൻ്റെ പാഠങ്ങളാകാം. അവസാന ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തോറ്റം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, അത് സ്തോത്രം എന്നതിനെ വായിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ അതിൻ്റെ അർത്ഥം കൊടുത്ത് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് തോറ്റം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തോറ്റുക അല്ലെങ്കിൽ ഇമാജിനിങ് എന്നാണ്. കൽപ്പിക്കുക, തോറ്റുക, അല്ലെങ്കിൽ കൊല്ലം തോன்றി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ തോന്നിച്ചു എന്നാണ്. ഒരു തരം ഇമാജിനേഷൻ്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ തോറ്റം എന്ന പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെന്താണ് ഇമാജിൻ ചെയ്യുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഇതിൽ ഇമാജിൻ ചെയ്യുന്നത് ഒരാൾ അപ്പോത്തിയോസിൻ്റെ ഹിസ്റ്ററിയാണ്. ഒരു ദൈവം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു തരം ദൈവത്തിൻ്റെ നിലയിലേക്ക് ദൈവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ദൈവം അല്ലെങ്കിൽ ഒരു പ്രാദേശിക ദൈവം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രദേശത്തിനകത്ത് എങ്ങനെയാണ് ഒരു ദൈവക്കരു സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ബയോഗ്രഫിയാണ് ഇവിടെ പറയുന്നത്. ദിനേശ് മാഷ് ആലോചിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഈ പല തോറ്റങ്ങളും ദൈവത്തിൻ്റെ ബയോഗ്രഫിയാണ്. പലപ്പോഴും ആ ബയോഗ്രഫിക്കകത്ത് ഈ നിലയ്ക്കുള്ള വളരെ വളരെ ഫൗണ്ടേഷണലായിട്ടുള്ള ആത്മകഥനങ്ങൾ കൂടിയുണ്ട്. ഈ ആത്മകഥനങ്ങളും ഈ ബയോഗ്രഫിക്കൽ നൊട്ടേഷൻസും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിന്തയുടെ മണ്ഡലത്തിൽ ഞാൻ എൻ്റെ തന്നെ കഥ പറയുന്നു എന്നുള്ളത് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കഥയെപ്പോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട, അതിനേക്കാൾ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സന്ദർഭത്തെയാണ് ഞാൻ എൻ്റെ തന്നെ കഥ പറയുന്നു എന്ന സന്ദർഭം അടയാളപ്പെടുത്തപ്പെടേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പം എന്താണ് തോറ്റുന്നത്, എന്താണ് ഈ ഇമാജിൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഒരു തരം ബയോഗ്രാഫിക്കൽ
സെൽഫ് ഹിസ്റ്റോറിക്കൽ ഒരു തരം ആർക്കൈവ് കൂടിയാണ് ആ സെൽഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതിനെ കണ്ടു കഴിയുമ്പോൾ ഈ മെറ്റീരിയൽ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റീരിയലാവും. അതിലെയാണ് മാഷ് അതിനകത്ത് വായിച്ചെടുക്കുന്നുണ്ട് ഈ പുലി അവസാനത്തെ ലേഖനങ്ങളിലൊന്ന് 9 ലേഖനമുണ്ട്. നമ്മളെല്ലാവരും വായിക്കണം, ഒരുപാട് തവണ വായിക്കേണ്ട ലേഖനമാണ്. ജാതിഘടനയും ബന്ധുത്വത്തെയും കുറിച്ച് 9 നമ്മളോട് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഇതിലേതിനെക്കുറിച്ച് പറയണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു പാലംവലിയെക്കുറിച്ച് മാഷ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും മെരുക്കപ്പെടാത്ത പുലികളാകുന്നതിൻ്റെ മാനങ്ങൾ ഈ മൃഗപരത, ഈ തോറ്റങ്ങളിലെല്ലാം ഇതിനെ പലപ്പോഴും മാഷ് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇതിനെ ഇതുവരെ കണ്ടത് ഒരുതരം ആനിമിസത്തിൻ്റെ, മൃഗാരാധനയുടെ, ഒരുതരം ഗോത്ര ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എത്രയോ പിറകിൽ നിൽക്കുന്ന മനുഷ്യരുടെ, എത്രയോ സാംസ്കാരികമായി പിറകിൽ നിൽക്കുന്ന മനുഷ്യരുടെ ചേഷ്ടകളുടെ ഒരു സംഘാതമായിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സംഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അതിനു മുമ്പ് ഗോത്രങ്ങളായി മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്തുള്ള ആശയങ്ങളും ജീവിതത്തിൻ്റെയും തെളിവുകളായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കും. മാഷ് പറയുന്നത് അങ്ങനെയല്ല. ഇത് ശരിക്കും ഈ പ്രിമിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ നിങ്ങളായി തീരുന്നതിന് മുമ്പുള്ള മനുഷ്യൻ്റെ ഏതോ ഒരു ആദ്യകാലത്തെ കുറിച്ചിട്ടുള്ള വാങ്മയങ്ങളല്ല അത്, മറിച്ച് അത് നമ്മളെക്കുറിച്ചുള്ള വാങ്മയങ്ങൾ തന്നെയാണ്. അങ്ങനെ അതിൽ ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ പറയുന്നില്ല, കാരണം അത് സിനിമയുടെ ഒരു നോവലിൻ്റെ കൺക്ലൂഷൻ പറയുന്നത് പോലെയാവും. ഇത്രയാണ് അതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ മൃഗങ്ങളായി മെരുക്കപ്പെടുകയും മെരുക്കപ്പെടാതിരിക്കുകയും ആയി നിലനിൽക്കുന്ന മൃഗരൂപങ്ങൾ, മൃഗങ്ങളായി കഥയിൽ മനുഷ്യർ തന്നെ അല്ലെങ്കിൽ മൃഗങ്ങൾ തന്നെ ഈ തോറ്റത്തിൽ, ഈ ഇമാജിനേഷനകത്ത് സ്ഥാനപ്പെടുന്നു എന്നുള്ളത് ആ ഇമാജിനേഷൻ്റെ വൈവിധ്യത്തെയാണ്. ഇത് വളരെ സിമ്പിളാണ് എന്നാണ് ഈ ആദ്യകാലത്തെ പഠിതാക്കൾ വിചാരിച്ചിരുന്നത്. ഇതൊരു ഭാഗവതത്തിൽ കൊള്ളിക്കാവുന്ന, അതിൻ്റെ ഒരു അധ്യായത്തിൽ കൊള്ളിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ പാട്ടുകളിൽ, വാങ്മയങ്ങളിൽ എന്നാണ് ഒരു കാലത്ത് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതങ്ങനെയല്ല എന്നും അതിനകത്ത് ചിന്തയുടെ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു തരം സാഹിത്യരൂപമായി ഇത് മാറുന്നുണ്ട് എന്ന് നമുക്ക് ഈ മെരുക്കപ്പെടാത്ത പുലികളാകുന്നതിൻ്റെ മാനങ്ങൾ എന്നതിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ കണ്ണമാഷ് പറഞ്ഞതുപോലെ മുമ്പ് തറവാടുകൾക്കകത്ത് അല്ലെങ്കിൽ മുമ്പ് തെയ്യത്തിൻ്റെ ലോകത്ത് സ്പർശം ഉണ്ടായിരുന്നു. മുമ്പ് തെയ്യത്തിൻ്റെ ലോകത്ത് മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടായിരുന്നില്ല. തൊട്ട് തന്നെ, സമ്പർക്കത്തിൽ തന്നെ, സാമീപ്യത്തിൽ തന്നെയായിരുന്നു തോറ്റം, തെയ്യം ഇതൊക്കെ നിലനിന്നിരുന്നത്. ഒരു കാര്യം കൂടെ മാഷ് പറഞ്ഞതിൻ്റെ തുടക്കമായിട്ട് പറയുന്നു, ഭേദാഭേദങ്ങൾ, അതിൻ്റെ നിരാസത്തെയാണ് നമുക്കിവിടെ പല തെയ്യങ്ങളിലും ഏറ്റവും സെൻട്രലായിട്ടുള്ള തീമായിട്ട് നമുക്ക് തെയ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ അഴീക്കോട്ട് അരമന നമ്പൂതിരിയും ഐപ്പള്ളി തെയ്യത്തിൻ്റെ കഥയുണ്ട്. നമ്പൂതിരി മരിക്കുന്നു. നമ്പൂതിരിയുടെ വീട്ടിലുള്ള പണിയെടുക്കുന്ന ഒരാൾ, ഒരു പുലയൻ, അയാളും കൊല്ലപ്പെടുന്നു. രണ്ടാളും കൊല്ലപ്പെടുന്നത് ആരിലാണ്? ഈ രാജാവാൽ വെടിവെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാളുകളുടെയും ഈ മൃതശരീരങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. രണ്ടാളുകളെയും അവസാനം ഒരുമിച്ച് അടക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഈ ഭേദത്തിൻ്റെ നിരാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ എപ്പോഴും ഈ വിഷ്ണുമൂർത്തിയുടെ കഥയിൽ നിങ്ങളെയും എന്നെയും കൊത്തിയാൽ ഒരേ തരത്തിലുള്ള ചോരയാണല്ലോ ഉണ്ടാവുന്നത്. പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒരു തരം അതിൻ്റെ ഒരു ഏറ്റവും ക്യാരക്ടറിസ്റ്റിക്കലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ മാത്രമല്ല, അത് ഈ ലോകത്തെമ്പാടും, ഈ തെയ്യത്തിൻ്റെ ലോകത്തെമ്പാടും ഭേദനിരാസത്തിൻ്റെ ഒരുതരം ആശയം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കാരണം ഏറ്റവും ഫണ്ടമെൻ്റലായി നിരസിക്കപ്പെടുന്ന ഭേദം ഇവിടെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഭേദമാണ്. അപ്പം ദൈവം എന്നുള്ളത് അറ്റൈനബിളായിട്ടുള്ള ഒന്നായി, നിങ്ങൾക്കായി മാറാവുന്ന ഒന്നായി തെയ്യം ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. അത് നിങ്ങളിൽ വെളിപ്പെടും എന്നുള്ളതും നിങ്ങൾ അതായി മാറുമെന്നുള്ളതും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ കഴിയുമെന്നുള്ളതും നിങ്ങളെ ഉപേക്ഷിച്ച് അതിന് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളതും ഒക്കെ ഈ തോറ്റങ്ങൾ നിരന്തരമായ എല്ലാ കൊല്ലവും ആവർത്തിക്കപ്പെടും.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തെയ്യം സീസണിലും ഓരോ പ്രാവശ്യവും കോലം കെട്ടുമ്പോഴും ഈ കഥകളൊക്കെ തന്നെ ആവർത്തിക്കപ്പെടും. അങ്ങനെ ഈ നിരന്തരമായ ആവർത്തനം കൂടി ഈ ആശയങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് സിസ്റ്റമിക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ നിലയ്ക്ക് ചിന്തയുടെ മണ്ഡലത്തിൽ ഈ നിലയ്ക്കുള്ള കോംപ്ലക്സിറ്റീസ്, ഇന്നവേഷൻസ്, ഞാൻ പറഞ്ഞ ഭേദനിരാസം എന്നുള്ള ആശയം, ആ തരത്തിലുള്ള ആശയങ്ങളുടെ റിപ്പിറ്റേഷൻ കൂടെ ഈ തെയ്യം വേൾഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ റിപ്പിറ്റേഷൻ മറ്റൊന്നുമല്ല, ഇന്നവേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല അത് റിപ്പിറ്റേറ്റീവ് ആവുന്നത്, മറിച്ച് അത് സിസ്റ്റമിക്കായ ഒന്നായതുകൊണ്ടാണ്. ഒരു ജനത അതിൻ്റെ ഏറ്റവും കേന്ദ്രമായ ആശയങ്ങളെ നിരന്തരമായി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന പുതിയ ഭേദങ്ങളുണ്ടല്ലോ, പുതിയ പൗരോഹിത്യം ഉണ്ടല്ലോ, പുതിയ കഥകളുണ്ടല്ലോ. ഇതിനെ വൈഷ്ണവവും ശൈവവുമായി തിരിച്ച് ഇതിനൊരിക്കലും പരിചയമില്ലാത്ത ഒരു വേൾഡിലേക്ക് ഇതിനെ കൊണ്ടിറക്കുന്ന ഒരേർപ്പാടുണ്ടല്ലോ, അത് പുതുതാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നവരല്ല എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മാഷുടെ പുസ്തകത്തെക്കുറിച്ച് ഈ എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാവരും വായിക്കണം എന്ന് അല്ല ഞാൻ പറയുന്നത് എല്ലാവരും വായിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുകൂടെ ആലോചിക്കണം. അല്ലെങ്കിൽ അതിന് നമ്മളെ ഈ പുസ്തകം പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പബ്ലിഷർക്കും ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി എനിക്ക് ക്ഷണിക്കാനുള്ളത് ദിനേശൻ മാഷയാണ്. മാഷ് 2 വാക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കും.